രണ്ട് രീതി കാണണം. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു ഏർലി സ്റ്റേജ് ആണ്. ഒരു 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 കൺഫെഷൻ നടത്തിയിരിക്കുന്നു. കൺഫെഷൻ നടത്തുന്ന ആദ്യത്തെ കുറ്റകൃത്യം നടത്തുന്ന സമയത്ത് ആളുടെ പ്രായം 14 വയസ്സാണ്. രണ്ടാമത്തെ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ആളുടെ വയസ്സ് 18 വയസ്സ് താഴെയാണ്, അല്ലെങ്കിൽ 17 വയസ്സാണ്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ കാണണം. രണ്ട്, ഈ 1986 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 89 കാലഘട്ടത്തിൽ, ഇപ്പൊ 86 കാലഘട്ടത്തിൽ കൂടരഞ്ഞി എന്നൊരു ഏരിയയിലെ നമുക്ക് നോക്കുകയാണെങ്കിൽ പണ്ട് പാലക്കാട് നിന്നും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഇവിടെ വന്നിട്ട് നമ്മളിപ്പോ കാണുന്ന പോലെ തന്നെ ഈ വർക്ക് ഫോഴ്സിനെ, അതായത് ആരാ എവിടുന്നൊന്നും അറിയത്തില്ല. അന്നത്തെ കാലത്ത് ഒരു വെരിഫിക്കേഷനും ഇല്ല. ആൾക്കാർ കൊണ്ടുപോകുന്നു, വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു, അവിടെ കൊണ്ടുപോയി പണിയെടുപ്പിക്കുന്നു. അതിനുശേഷം നല്ലതാണെങ്കിൽ അവിടെ നിർത്തുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ എഴുത്തുമാനെ അറിയത്തില്ല, അവർക്ക് സ്വദേശമായിട്ട് കോണ്ടാക്റ്റുകളൊന്നുമില്ല. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ നമ്മൾ അന്വേഷിച്ചുകൊണ്ട് വരുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു സംഭവം വന്നു. ആർക്കും അറിയത്തില്ല. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് ഈ വെള്ളത്തിൽ മരിച്ചു കിടന്നാൽ അപസ്മാരം കൊണ്ടാന്നുള്ളതിനെ കുറിച്ച് ഒരു കോമൺ ആയിട്ടുള്ള നോഷൻ ഉണ്ടായിരുന്ന സമയമാണ്. അപ്പൊ വെള്ളത്തിൽ മരിച്ചു കിടന്നവന് തന്നെ സ്വാഭാവിക മരണമായിരിക്കും. പിന്നെ ആരും അന്വേഷിച്ചു വരുന്നില്ല. അങ്ങനെ ആ കേസ് അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പം ഈ ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് നടന്നിട്ടുള്ള സംഭവത്തെ കുറിച്ച് അങ്ങനെ ഒരു സംഭവം. ഇപ്പൊ ഈ രണ്ട് കേസിൽ വരുവാണെങ്കിലും ആള് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അന്നത്തെ ചിൽഡ്രൻ ആക്ട് പ്രകാരമാണ് നമുക്ക് വരുന്നത്. 1987 ശരിക്കും പറഞ്ഞ ഇപ്പോഴത്തെ JJ ആക്ട് വരുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വേണമെങ്കിൽ കാണാൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പ്രതിയുടെ മാനസിക നില എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രതിയായിട്ട് സംശയിക്കുന്ന ആളുടെ മാനസിക നില എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, ആ ഒരു കുറ്റകൃത്യം നടത്തുന്ന സമയത്ത് ഒരുപക്ഷെ ആള് അറിഞ്ഞുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആള് പറയുന്ന പോലെ തന്നെ സെൽഫ് ഡിഫെൻസ് എന്നുള്ള രീതിക്കാകാം. രണ്ട്, ചിലപ്പോൾ തള്ളിയിട്ട് ചിലപ്പം ആ തോട്ടിലോട്ട് വീണിട്ടുണ്ടാവും. ആ സമയത്ത് ചിലപ്പോൾ അപസ്മാരമുള്ള ആൾക്ക് അപസ്മാരം വന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത് കൂടെ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ എന്തൊക്കെയായാലും നമ്മള് ഇനിയിപ്പം ആള് മാനസികമായിട്ട് സൗണ്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ അനിയൻ പറയുന്ന പോലെ മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് പറയുമെങ്കിലും അതല്ല ശരിക്കും സൗണ്ട് ആണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷണം വളരെ വലിയ രീതിയിൽ കൊണ്ടുപോകേണ്ടതാണ്. പക്ഷെ കുറച്ച് ടഫാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതിനെ കുറിച്ച് വലിയ വിവരങ്ങളൊന്നും അറിയത്തില്ല. അവിടെ നാട്ടുകാർക്ക് പ്രതിനെ കുറിച്ച് അറിയത്തില്ല, അല്ലെങ്കിൽ പ്രതിനെ അന്വേഷിച്ചിട്ട് വീട്ടുകാരും വന്നിട്ടില്ല. അത് വലിയൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. പിന്നെ അന്നത്തെ കാലത്ത് കൂടരഞ്ഞി പോലത്തെ ഒരു മലയോര പ്രദേശത്ത് ഉണ്ടായിരുന്ന ആൾക്കാരുടെ എണ്ണവും പിന്നെ ഇത്രയും 40 വർഷത്തെ ഒരു ലിമിറ്റേഷനും അതൊക്കെ നമുക്കൊരു വലിയ ലിമിറ്റേഷൻ ആണ് താനും. ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കൊല ചെയ്തു എന്ന് പറയുന്ന ആൾ നമുക്ക് മുന്നിലുണ്ട്, എന്നാൽ അതിൽ തെളിവുകളില്ല. എന്നാൽ പോലും ഈ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ആൾക്കാരെ കുറിച്ച് അറിയില്ല. ഈ കൊല ചെയ്ത ആൾക്ക് പോലും ആരെയാണ് കൊന്നത് എന്ന് അറിയില്ല. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നതും പോലീസിനെ കുഴയ്ക്കുന്നതുമായൊരു കാര്യം. ഉറപ്പാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ 20 വയസ്സുള്ള ആള് മരിച്ചിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ നമുക്കറിയാം. പക്ഷെ ആളെ അന്വേഷിച്ച് ഇതുവരെ ഒരാൾ വന്നിട്ടില്ല. അതാണ് ഇതിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ട് സംഭവം. അതായത് എവിടെ തുടങ്ങും. ഇപ്പൊ പാലക്കാട് ഭാഗത്തുനിന്ന് അന്നത്തെ കാലത്ത് ഒത്തിരി ആൾക്കാർ, ഞാൻ ആ പ്രദേശത്ത് അന്വേഷിച്ചപ്പോൾ പറയാണ്, പാലക്കാട് നിന്ന് ഒത്തിരി ആൾക്കാർ അന്നത്തെ കാലത്ത് വന്നിട്ടുണ്ട്. അവർക്ക് ആർക്കും അവിടെ കുറെ ആൾക്കാർ അവിടെ വന്ന് സെറ്റിൽ ആയിട്ടുണ്ട്, കൂടരഞ്ഞി സ്ഥലത്ത് വന്ന് സെറ്റിൽ ആയിട്ടുണ്ട്. പക്ഷെ ഈ ആരും അന്വേഷിച്ചു വന്നിട്ടുമില്ല. അപ്പൊ അതൊരു വലിയ ക്രൂഷ്യൽ. മാത്രമല്ല പാലക്കാട് നിന്ന് മാത്രമല്ല വന്നേക്കുന്നത്, കണ്ണൂരിന്റെ മലയോര പ്രദേശങ്ങളിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം ഇത് എവിടുന്നാണ് വന്നതെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്കറിയാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്, അതായത് ആ തോട്ടിൽ മരിച്ചു കിടന്നിരുന്ന ഒരു വ്യക്തിനെ കുറിച്ച് മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ മരിച്ചു കിടന്നിരുന്നു. അപ്പം ഈ പ്രതി പറയുന്ന സമയവും അദ്ദേഹം കൊലപാതകം ചെയ്തു എന്ന് പറയുന്ന സമയവും ആ മരിച്ചു കിടന്ന സമയം സെയിം ആണെന്ന് തെളിയിക്കണം. അപ്പൊ അത്രയും ഒത്തിരി ചലഞ്ചുകൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ ഒരു വിഷയത്തിൽ അപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാകാം ഈ തെളിവുകൾ ഇനി ശേഖരിക്കുക? അത് എന്തൊക്കെ തെളിവുകളാകാം ഇനി പോലീസിന് ശേഖരിക്കേണ്ടതായി വരിക? ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രതി പറയുന്ന സമയവും ഇപ്പൊ നമ്മൾ സംശയിക്കപ്പെടുന്ന ആള് മരിച്ചു കിടന്ന സമയം സിമിലർ ആണെന്ന് അറിയണം. രണ്ട്, മരിച്ചു കിടന്ന ആള് എങ്ങനെ അവിടെ വന്നു? അപ്പൊ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകാതെ വരികയല്ലോ. അപ്പം ആർക്ക് വേണ്ടി, പണിക്ക് വേണ്ടി വന്നതാണ്. അതിനെക്കുറിച്ച് അവിടുത്തെ ആൾക്കാർ ഇപ്പം 40 വർഷം ആയതുകൊണ്ട് ആ ഒരു ജനറേഷൻ അവിടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് ഉറപ്പുകളൊന്നുമില്ല.
പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ ഇപ്പൊ ആള് മരിച്ചു കിടന്നു അന്ന് ഓർത്തെടുക്കുന്ന ആൾക്കാർക്ക് പോലും കൂടുതൽ എന്താ പറയാ വിവരങ്ങളില്ല അദ്ദേഹത്തെ കുറിച്ച്. പിന്നെ ഇനി ആരാണ് ഡിസീസ്ഡ് ആളെ കുറിച്ച് അറിയണം. ഇങ്ങനൊരു ഇദ്ദേഹം പറയുന്ന ഒരു പ്ലോട്ട് ഉണ്ടായിട്ടുണ്ടോ അവിടെ. അപ്പൊ അതൊക്കെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. അതിനുശേഷം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇപ്പൊ നമുക്കിപ്പം അവിടെ പോയി ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അവസ്ഥയല്ല തന്നെ. അങ്ങനത്തെ കാര്യങ്ങളുണ്ട് തന്നെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.